ഒരു 10 സെക്കൻഡ് ഇതൊന്ന് കേട്ടിട്ട് പോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ദ നൈറ്റ് ഡ്രോസ് ടുഗദർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണണേ. ഇതിന് മുന്നേ ഇട്ട വൺ ഷോട്ടാണ്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ കഥ മനസ്സിലാവാൻ യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ട് അത് ആദ്യം പോയി കാണാം, എന്നിട്ട് ഇത് കണ്ടാൽ മതി. എന്നാൽ ശരി, ഒത്തിരി സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ പോയി കഥ കണ്ടോളൂ. എന്താണ് ഭയങ്കര ആലോചനയിലാണല്ലോ? നീ വല്ല അറിയുന്നുണ്ടോ രേവതി? എന്നെ വേണ്ട ആന്റണി ഇപ്പം വിളിച്ചതേ ഉള്ളൂ. ആന്റണിയോ? ആന്റണി വിളിച്ചിട്ട് എന്താ പറഞ്ഞ്? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്നോ? പ്രശ്നമേ ഉള്ളൂ. എന്താ ഇപ്പം പറ്റിയേ? ഇനിയിപ്പം എന്താ ചെയ്യാ? ഇതെല്ലാം നീയും നിന്റെ അനിയൻ സണ്ണിയും കാരണമാ. സണ്ണി അവനെ രക്ഷിച്ചോണ്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ അവൻ കാണത്തില്ലേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നോ? ശ്രീ ഇനി സണ്ണിയെ കുറ്റം പറയണ്ട. സണ്ണിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂ. സണ്ണി ചെയ്ത ആകെ ഒരു കുറ്റം ആ പയ്യനെ സ്നേഹിച്ചു എന്നാ. എനിക്കറിയാം എന്റെ സണ്ണിക്ക് എത്രമാത്രം ആ പയ്യനെ ഇഷ്ടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കും വിവരമില്ല, നിന്റെ അനിയനും വിവരമില്ല. സണ്ണിയുടെ വൺ സൈഡ് ലവ് ഇല്ലേ, അതൊരു പക്ക സൈക്കോ ആണ്. സൈക്കോ. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്നോട് കിടന്ന് അലറിയിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ അളിയനും കൂടെ മനസ്സിലാവണം. സണ്ണിയും കുറ്റം പറയാനൊക്കത്തില്ല. പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആള് വട്ടനാണെന്നോ പൊട്ടനാണെന്നോ സൈക്കോ ആണെന്നോ ഒന്നും നമ്മൾ നോക്കത്തില്ല. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എങ്ങനെ അവസാനിക്കുമെന്ന്. ആ ഗണേഷ് സാറിന് ഇതൊക്കെ അറിയണം. അങ്ങേർക്ക് പിള്ളേരോട് സ്നേഹമില്ലാത്ത കൂട്ടൊക്കെ കാണിക്കുന്നെങ്കിലും പിള്ളേരെന്ന് വെച്ചാൽ ജീവനാ. എല്ലാം ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ല, നാളെ അല്ലേ കണ്ണന്റെയും ഷമ്മിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി? ആ, അത് പറഞ്ഞ പോലെ നാളെ അല്ലേ. ആ, തൽക്കാലം ഈ വിഷയം നമുക്ക് വിട്ടിട്ട് അവരുടെ ആനിവേഴ്സറി കളറാക്കാൻ നോക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പിള്ളേരെ. ഇനിയും ഒരു 100 വർഷം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. താങ്ക് യു ഏട്ടത്തി. ആ, എന്നാ നിങ്ങൾ കേക്ക് കിട്ടി. ശ്യാമേ, ആ ഡോറും തുറന്നേ, ഞാൻ കുറച്ച് ബിസിയാ. എന്റെ പൊന്ന് കണ്ണ, അത് നീളത്തിലാ അരിയണ്ടേ. ആ ശരി, എന്നാ ഞാൻ പോയി തുറക്കാം. ഗിഫ്റ്റോ? ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ ആരാ ഉള്ളതിന്? കണ്ണനാണല്ലോ, പക്ഷെ ആരാ തന്നേന്നൊന്നും പേരില്ലല്ലോ. കണ്ണാ, ഇങ്ങോട്ടൊന്ന് വന്നേ, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റാ? അതും എനിക്കോ? നോക്കട്ടെ. ആ, നിനക്ക് തന്നെ, പക്ഷെ ആരാ തന്നേന്ന് പേരൊന്നും കൊടുത്തിട്ടില്ല. ഓഹോ, നോക്കട്ടെ, തുറന്നു നോക്കാം. ആ, എന്റെ കൈ. കണ്ണാ, എന്തേ? നോക്കട്ടെ. എന്ത് പറ്റി? ഈ ബോക്സിലൊരു തേള്, അത് കണ്ണനെ കടിച്ചു. എന്താ നോക്കട്ടെ. ഹോസ്പിറ്റൽ ഉണ്ടോയ്ക്കോ, വെച്ചോണ്ടിരിക്കണ്ട. ഏത് ടൈപ്പാ കടിച്ചതെന്ന് അറിയത്തില്ലല്ലോ, നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. അതെ കണ്ണാ, വാ ഹോസ്പിറ്റലിൽ പോവാം, വെച്ചോണ്ടിരിക്കണ്ട. എന്തോ ശ്രീ നോക്കി നിക്കുന്നേ, അതങ്ങെടുത്ത് കളഞ്ഞേരേ. രേവതി, അവനവന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതവനാ ചെയ്തത് അല്ലേ? പേഷ്യൻറ്റിന് കുഴപ്പമില്ല, സമയത്തിന് എത്തിച്ചോണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇന്നിവിടെ കിടന്നോട്ടെ, നാളെ കൊണ്ടുപോയാൽ മതി. ഓക്കെ ഡോക്ടർ, കയറി കാണാവോ? കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, കയറി കണ്ടോളൂ. എങ്ങനെയുണ്ട് നിനക്ക്? വേദനയുണ്ടോ? ഒരു വൃത്തികെട്ട വേദനയായിരുന്നു, ബട്ട് ഇപ്പം പെയിൻ കില്ലർ വന്നു, അതുകൊണ്ട് വേദന മാറി. സാരമില്ല കേട്ടോ, അത് മാറിക്കോളും. എന്നാലും അതാരാ ചെയ്തേ? എന്നോട് ആർക്കും ഇത്രയും ശത്രുത? അതാ ഞാനും ഈ ചിന്തിക്കുന്നത്. എന്തായാലും ശ്രീയോട് അപ്പാർട്ട്മെന്റിലെ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. എങ്ങനെയുണ്ട് കണ്ണാ, നീ ഓക്കെ ആണോ? ആ ശ്രീ, ഇപ്പം കുഴപ്പമില്ല. ആ, അവനും ഓക്കെയാണ്. അല്ല, ശ്രീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? വീട്ടില് ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ? രേവതി ആണെങ്കിൽ വീട്ടിൽ എനിക്കൊരു സമാധാനവും തന്നില്ല. കണ്ണനെ പോയി നോക്കെന്ന് പറഞ്ഞ്. പിന്നെ അവൾക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ അവളെ കൊണ്ടുവരാന്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അവളെയും കൂടെ കൊണ്ടുവരാമെന്ന്. അപ്പോഴാണ് മീറ്റിംഗ് വന്ന്. കണ്ണന് കുഴപ്പമില്ലെന്ന് ഏട്ടത്തിയോട് പറഞ്ഞേരെ.
എന്നാൽ ശ്രീ പോയിക്കോ വീട്ടിൽ, ഏട്ടത്തി അവിടെ ഒറ്റയ്ക്കല്ലേ. പിന്നെ കണ്ണനെ നാളെ വിടൂ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനിവിടെ സ്റ്റേ ചെയ്തോളാം. എന്നാൽ ശരി, എന്നാൽ ഞാൻ വീട്ടിൽ പോവാ. പിന്നെ കുറച്ച് പൈസ GPay ചെയ്തേക്കാം, മാസം അവസാനമല്ലേ, ടൈറ്റ് ആയിരിക്കുമെന്നറിയാം. ഓക്കെ, താങ്ക് യു ശ്രീ. പിന്നെ ശ്രീ, CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ. ആരാ ഗിഫ്റ്റ് അവിടെ വെച്ചതെന്ന് അറിയണം. ശ്യാം, ഞാൻ നാളെ രാവിലെ നോക്കിക്കോളാം. ഇതാരാ ഇപ്പം? കണ്ണൻ നല്ല ഉറക്ക. ഇനി മരുന്ന് തരുമല്ല നേഴ്സ് വന്നെയാവും. Hi Sham, did you miss me? I don't know about you, but I missed you a lot. As warm as the sun, as silly as fun, as cool as a tree, as scary as the sea, as hot as fire, cold as ice, sweet as sugar and everything nice, as old as time, as straight as a line, as royal as a queen, as buzzed as a bee, as stealth as a tiger, smooth as a glider, pure as a melody, pure as I wanna be. Adi. Yes baby, it's me, Adi. You are Adi. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകുമെന്ന് വിചാരിച്ചോ? അതിനെനിക്ക് കഴിയോ ശ്യാം? ശ്യാം, ആരാ? ആരുമില്ല കണ്ണ, നീ ഉറങ്ങിക്കോ. ഇവിടെ കണ്ടയാണല്ലോ. ശ്യാമു, ആരെയാ നീ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല കണ്ണ, നീ ഉറങ്ങിക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് കേരളത്തിൽ വരണ്ട എന്ന്. ഫ്ലോറൻസിൽ തന്നെ നമുക്ക് നിന്നാ പോരായിരുന്നോ? അപ്പൊ നിങ്ങൾക്കൊക്കൂല. അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? എന്നോട് കിടന്ന് ചാടിയിട്ട് കാര്യമുണ്ടോ? ഗണേഷ് സാറല്ലേ എനിക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം തന്നത്. പിന്നെ കണ്ണനും ശ്യാമനും ഒരേ വാശിയായിരുന്നു നാട്ടിൽ വരണമെന്ന്. ആ, നിങ്ങളെത്തിയോ? എങ്ങനെയുണ്ട് കണ്ണാ നിനക്ക്? ഓക്കെയാണ് ഏട്ടത്തി, സീനില്ല. കണ്ണാ, എൻ്റെ പൊന്ന് ശ്യാമു, നീ ഇതുവരെയായിട്ട് അത് വിട്ടില്ലേ? നിനക്ക് തോന്നിയതാടാ. അല്ല, ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ. എന്ത് പറ്റി? ശ്യാം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. എൻ്റെ പൊന്ന് ശ്രീ, ഒന്നും പറയണ്ട. ഇവൻ രാവിലെ മുതൽ തുടങ്ങിയതാ. ഇന്നലെ രാത്രി ഇവൻ ആദ്യം കണ്ടു അത്രേ. ശ്യാമിൻ്റെ ഒരു എക്സിലെ ആക്സിഡൻറ്റ്, അയാളെ കണ്ടു അത്രേ. തോന്നിയതാണെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഞാൻ കണ്ടയാ. ശ്യാമേ, നിനക്ക് തോന്നിയതാവും. വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ച് തല പുണ്ണാക്കണ്ട. എന്നാൽ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. അത് തന്നെ, ഒന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നീ ഒന്ന് കിടന്ന് ഉറങ്ങ്. ഇന്നലെ ഹോസ്പിറ്റലായോണ്ട് നിനക്ക് ഉറക്കം ശരിയായി കാണത്തില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ശ്രീ, നീ ഇങ്ങോട്ട് വന്നേ രേവതി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ശ്രീ, നീ കേട്ടില്ല ശ്യാം പറഞ്ഞത്? കേൾക്കാതിരിക്കാൻ എൻ്റെ ചെവി കുരു ഒന്നുമില്ല. നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാണ് നമ്മുടെ കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ ഫ്രാൻസിൽ നടക്കാൻ പോകുന്നത്. ശ്യാമിൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് ഡിസ്പ്ലേ വെക്കുന്നതുകൊണ്ട് അവനവിടെ പോകണം. ഞാനും ശ്യാമിൻ്റെ കൂടെ ഫ്രാൻസിൽ പോകുന്നുണ്ട്. എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 ദിവസം രേവതിയും കണ്ണനും ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. ഓ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാനൊക്കെ ഇല്ലേ? ഇല്ല കണ്ണ, ഇത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ്, കോമണേഴ്സ് അലൗഡ് അല്ല. അതല്ല, ഞങ്ങൾക്കുള്ള റൂം ബുക്ക് ചെയ്ത് തന്നേക്കുന്ന കമ്പനിയാണ്. സാരമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ, ഞാനും കണ്ണനും ഇവിടെ ഇരുന്നോളാം.
എന്താ ശ്യാം, നീ എന്നെ മറന്നോ? 6 വർഷം കൊണ്ട് നീ എന്നെ മറന്നു അല്ലേ? ആദി, നോ. പുതിയ ആളെ കിട്ടി, അവനെ കല്യാണം കഴിച്ചു, ഇപ്പം നീ ഹാപ്പിയാണല്ലേ? നീ എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല. എന്നിട്ട് നീ വേറെ കെട്ടി അല്ലേ? നിന്റെ എല്ലാമായ കണ്ണനെ ഞാൻ കൊല്ലട്ടെ? നോ, തൊട്ടുപോവല്ലവനെ. കണ്ണാ, എന്താ എന്താ? അത് കൊള്ളാം, എന്നെ വിളിച്ചിട്ട് എന്തുവന്ന് എന്നോട് ചോദിക്കുന്നു. നിനക്ക് എന്താടാ? നീ കടന്നു, ഞാനെന്ത് സ്വപ്നം കണ്ടതാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പകുതി ജീവൻ പോയി എൻ്റെ, എന്നിട്ട് കിടന്നു ഉറങ്ങിക്കോളാൻ. സോറി, നീ കടന്നോ? കണ്ണാ, എന്താ? എനിക്ക് ഉറക്കം വരുന്നില്ല കണ്ണാ. നമുക്ക് ഉറങ്ങാതെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നാലോ? വെളുപ്പാൻ കാലത്ത് 3 മണിക്കോ? പോയി കിടന്നുറങ്ങടാ. മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റിയ സമയമാ. ഉള്ള ഹൊറർ മൂവി എല്ലാം പകലിരുന്ന് കണ്ടിട്ട് മനുഷ്യനെ ഉറക്കത്തില്ല രാത്രിയിൽ. ആന്റി റൊമാൻറ്റിക് ഫെല്ലോ. പിന്നെ പാതിരാത്രി മനുഷ്യനെ പേടിപ്പിച്ച് ഞെട്ടി എഴുന്നേപ്പിച്ചിട്ടല്ലേ നിന്റെ റൊമാൻസ്? പാക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ. നീ എല്ലാം എടുത്തു വെച്ചില്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിട്ട് പാസ്പോർട്ട് മറന്നു വെച്ചിട്ട് പോവല്ലേ? ഇല്ല, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നോ. ശ്രീ, എനിക്കൊരു പേടി. നിങ്ങൾ രണ്ടുപേരും പോയേ പറ്റൂ. അതെന്താ പേടി? 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതല്ല, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ. അവൻ കണ്ണനെ എന്തെങ്കിലും പിന്നെയും ചെയ്താലോ? അതോർത്ത് നീ വേവലാതിപ്പെടണ്ട. അവൻ ഇനി എന്തൊക്കെ ചെയ്താലും കണ്ണനൊന്നും പറ്റില്ല. അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വെറി. ശ്രീ, പാക്കിങ് കഴിഞ്ഞില്ലേ? ടൈമായി കേട്ടോ. ആ ശ്യാമേ, കഴിഞ്ഞു, ദാ വരുക. ഈ 3-4 ദിവസം ഞാൻ ഇനി എന്തോ ചെയ്യും ശ്യാമേ? 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളു കണ്ണാ, അതങ്ങ് പെട്ടെന്ന് പോയിക്കോളും. പിന്നെ നീയല്ല പറഞ്ഞേ നാളെ മറ്റന്നാളെ നിനക്കെന്തോ വെഡ്ഡിങ് വർക്ക് ഉണ്ടെന്ന്. പിന്നെ അതിനൊക്കെ പോയി കഴിയുമ്പോൾ അങ്ങ് സമയം പോവും. അതാ പിന്നെ ഒരു ആശ്വാസം. എന്നാ ശ്യാമേ, നമുക്ക് ഇറങ്ങിയാലോ? ടൈമായി. ആ ശ്രീ, വാ പോവാം. എങ്ങോട്ടാ രാവിലെ തന്നെ? ഒരു വെഡ്ഡിങ് ഷൂട്ട് ഉണ്ട്, അതിന് പോവാ. അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് സമയം പോട്ടെ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഏട്ടത്തി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു പോയി. ഏതോ കാറ് കുറെ നേരം കൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. കണ്ടിട്ട് അത്രയ്ക്ക് നല്ല വരവായിട്ട് തോന്നുന്നില്ല. ഇന്ന് നിന്നെ തീർത്തിരിക്കും കണ്ണാ ഞാൻ. മോനെ കുട്ടാ, ആദ്യം ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവനെ തൂക്കിയാൽ മാത്രം മതി. ആന്റണി, ഡോണ്ട് ഹേർട്ട് ഹിം. എനിക്ക് അവനൊരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വേണം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പക്ഷേ അവൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്നാ ശരി, വെച്ചോ. ഞാൻ അവനെ തൂക്കിയിട്ട് കൊണ്ട് തരാം. അപ്പം എൻ്റെ എൻട്രിക്കുള്ള ടൈമായി. മോനെ ആദി, നിന്നെ പൂട്ടാൻ ഞാൻ ദാ വരുന്നു. My girls need some fun. 1 + 9. Hey, get me going, might just blow it. I like my girls pretty in the face. Art is the frame. Mona Lisa, yeah, I need you. I like my girls. What the heck? ഇതിപ്പോൾ ആരാ എന്നെ ഫോളോ ചെയ്യുന്നേ? ഓ ഷിറ്റ്, ഇറ്റ്സ് ആന്റണി. Begging you to touch and go.
അപ്പോൾ എങ്ങനെയാ മോനെ, പോവല്ലേ? ഇതിനുള്ളത് ഞാൻ തരുവടാ നിനക്ക്. ആ ഹലോ. ആ, കണ്ണനോട് പകരം വീട്ടാൻ പോയ ആളെ കിട്ടിയിട്ടുണ്ട്. ആ, കുഴപ്പമൊന്നുമില്ല, ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. എന്തായാലും ഇവനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം. എവിടെയെങ്കിലും പൂട്ടിയിട്ടോണോ ഇവനെ. ഇനി എൻ്റെ അനിയൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ ചെക്കൻ്റെയോ പുറകെ ഇവൻ പോയാ ഇവനെ ഞാനായിട്ട് തന്നെ അങ്ങ് തീർക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ പൊന്നാൻ്റണി, അവനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കി താ. ഞാൻ അവനെ കാണാതെ ഇവിടെ തീ തിന്നുക. അല്ലെങ്കിൽ ഒന്ന് പറ നിങ്ങൾ എവിടാന്ന്, ഞാൻ അവിടെ വരാം. വേണ്ട വേണ്ട, വീട്ടിൽ കൊണ്ടാക്കി തരാം. ഇനിയെങ്കിലും നിനക്ക് അവനെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ ആദി? നീ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അവൻ നിന്നെയാ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താ? അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. നിന്ന് കൊണയ്ക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ആക്കട എന്നെ. ആരോട് പറയാൻ? വാ ഇങ്ങോട്ട്. ആ വണ്ടിയെ കാണാനില്ലല്ലോ. അപ്പം എന്നെ ഫോളോ ചെയ്തൊന്നും ആവില്ല, എനിക്ക് തോന്നിയാവും. ദേണ്ട സണ്ണി, നീ പറഞ്ഞ പോലെ തന്നെ ഇവനെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി എൻ്റെ അനിയനോ അല്ലെങ്കിൽ അവൻ്റെ ചെക്കനോ ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ ഇവനെ ഒതുക്കാനുള്ളത് ഞാൻ ചെയ്തോളാം, അതോർത്ത് നീ പേടിക്കണ്ട. You just want attention. You don't want my heart. Maybe you just think that thought of me with someone new. Yeah, you just want attention. റൂമിൽ കയറിപ്പോ. നിന്നോടാ ഞാൻ കയറിപ്പോവാൻ പറഞ്ഞേ. ഇതെന്ത് പറ്റി? ഇപ്പൊ നീ പറയുന്നൊക്കെ അവൻ കേൾക്കുവോ? ഞാൻ ഈയിടെ അവനൊന്ന് തല്ലിയടാ, മറ്റേ ഗിഫ്റ്റിന്റെ പ്രശ്നമില്ലേ, അത് കാരണം. അതി പിന്നെ ഇങ്ങനാണ്, എന്നോട് സംസാരിക്കത്തൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അന്ന് ഞാൻ നന്നായി റേസായി, അവൻ നല്ല രീതിക്ക് പേടിച്ചു. ഇപ്പൊ ഇങ്ങനെ. ആ, ആരെങ്കിലും പേടിയുണ്ടല്ലോ, അത് നല്ലതാ. എന്നാ ശരി, ഞാൻ ഇറങ്ങുക. അപ്പം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ, അവനോട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ പറഞ്ഞോ. എന്ത് വേണം? എന്നെ തല്ലാമെന്നെയാണോ പിന്നെയും? തല്ലിയിട്ടും കാര്യമില്ലല്ലോ, നന്നാവത്തില്ലെന്ന് ശബ്ദം എടുത്തേക്കുമല്ലേ നീ. നിന്നെ ഞാൻ റൂമിൽ പൂട്ടിയിട്ടേയല്ലേ, നീ എങ്ങനെ വെളിയിൽ പോയി? പിന്നെ നിനക്കെന്താ എന്നോട് ഇത്രയും വെറുപ്പ്? ഓരോ തോന്നിയാസം കാണിച്ച് ആന്റണിയുടെ മുന്നിൽ പോയി പെടുമ്പം ഞാനല്ലേ നിന്നെ രക്ഷിക്കുന്നേ? ആ ശ്യാമിനെ കണ്ണനെ നിനക്ക് വെറുതെ വിട്ടുകൂടെ? കണ്ണനെ കൊന്നു കഴിഞ്ഞ ശ്യാമിനെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അവന് നിന്നോടുള്ള വെറുപ്പ് കൂടത്തല്ലേ ഉള്ളൂ, നിന്നെ പറ്റിയെല്ലാം അറിഞ്ഞു കഴിയുമ്പം. കണ്ണനെ കൊന്നു ഞാൻ ശ്യാമിനെ സ്വന്തമാക്കും. അപ്പം ഞാനോ? 10-12 വർഷം നിന്റെ പുറകിൽ നടന്ന ഞാനോ? ശ്യാമിനെ കൊന്ന് നിന്നെ സ്വന്തമാക്കാന്ന് ഞാനൊരു തീരുമാനം അങ്ങ് എടുത്താലോ? അവനെ എന്തെങ്കിലും ചെയ്താലാ നിന്നെ ഞാൻ കൊല്ലും. കൊല്ലടാ, കൊല്ല്, എല്ലാവരെയും അങ്ങ് കൊല്ല്. എന്നെയും കണ്ണനെയും ശ്യാമിനെയും എല്ലാവരെയും കൊന്ന് നിനക്ക് സമാധാനം കിട്ടട്ടെ. പ്രേമമാണും പോലും. ഇതാണോ നിന്റെ പ്രേമം? ഇതാണ് എന്റെ പ്രേമം. നിന്റെ പോക്ക് എങ്ങനെയാണെങ്കിൽ നിന്നെയും കൊന്ന് ഞാനും ചാവും. അപ്പം ചത്താലും സമാധാനം തരൂല അല്ലേ? ഇല്ല, ചത്താലും നിന്റെ കൂടെ വരും. നിന്നെ ഞാൻ മാറ്റിയിരിക്കും ആദി, അതെന്റെ ഒരു വാശിയാ. ഓഹോ, നമുക്ക് കാണാം. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എന്നെ മിസ് ചെയ്തോ? ഏയ്, തീരെ മിസ് ചെയ്തില്ല. പൊന്നുമ്പം പോയി ഫ്രഷ് ആവാൻ നോക്ക്, എന്നിട്ട് പാപ്പം തിന്നാം. അതൊക്കെ ചെയ്തോളാം. ഇങ്ങോട്ട് വന്ന് നീ ചോദിക്കട്ടെ. ഈ പിള്ളേരുടെ ഓരോ തമാശേ. ആ, അതെ അതെ, വല്ലാത്ത തമാശ തന്നെ. എന്തായാലും നീ എടുത്ത് ഫുഡ് വെക്ക്, ഞാനെങ്കിലും കഴിക്കട്ടെ. എന്തായാലും ആ പോയ 2 ഇനി ഇപ്പോഴേ ഒന്നും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട, ഞാനെങ്കിലും തിന്നട്ടെ. ആ ശരി, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ രോഹൻ, അവൻ്റെ വൈഫ് പ്രഗ്നന്റാ. മോളെ രേവു, നമുക്കും കാണണ്ടേ ഒരു കുഞ്ഞിക്കാലൊക്കെ? ആ, എന്നാ നന്നായി പ്രാർത്ഥിച്ചോ, എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? പിന്നെ ഈ ഫയലിന്റെ ഇടയിൽ പെറ്റിടക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ പറയണം? കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വല്ല ദിവ്യഗർഭം ഉണ്ടാവണം. അതും ശരിയാണല്ലോ.
ശ്യാമു, കുറച്ച് സമാധാനം കാണിക്ക്. നീ പോയി ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിച്ചേ. സോറി കുട്ട, സമാധാനം ലേശം കുറവായിരുന്നു. അതുകൊണ്ട് പൊന്നുമ്മനോട് അടങ്ങിക്കിടക്ക്. So our next plan is kidnapping Kannan. എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഇരുന്നോണം കേട്ടോ. ഈയിടെയായിട്ട് നീ എനിക്ക് തീരെ അറ്റൻഷൻ തരുന്നില്ല, എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഷേ കണ്ണൻ്റെ കോൺസെൻട്രേഷൻ കളയാതെ പോയിക്ക നീ. സീരിയസ് ആയിട്ട് ഒരു പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ. എൻ്റെ ദൈവമേ, ഇനി ഇന്നത്തേക്കായിട്ടുണ്ട് വീർപ്പിച്ച് കെട്ടി നടക്കാൻ. അവൻ്റെ പെയിന്റിങ്ങും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കട്ടെ. രാത്രി എൻ്റെ അടുത്ത് തന്നെ വരുമല്ലോ അവൻ. ഏട്ടത്തി, കണ്ണനെതിരായിട്ട് എത്തിയില്ലേ? കണ്ണനോ? കണ്ണനപ്പോൾ ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല, ഈവനിങ് ഒക്കെ ആയപ്പം പോയതാ. എന്നോടൊന്ന് ഉടക്കിയിട്ടാ പോയെ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വാശിയൊക്കെ കഴിഞ്ഞ് എത്തിക്കോളൂ. പക്ഷെ ശ്രീ, എത്ര വാശിയാണെന്ന് പറഞ്ഞാലും അവൻ വരേണ്ട സമയം കഴിഞ്ഞു. ഇതിനുള്ളിൽ അവൻ വരേണ്ടതാണല്ലോ. ശ്രീ, എന്തോ പ്രശ്നമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഏയ്, അങ്ങനെയൊന്നും കാണില്ല. ശ്രീ, ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിക്കേ. കണ്ണൻ എന്തോ പറ്റിയത് തന്നെ. ഇല്ലെങ്കിൽ അവനിങ്ങനെ വരാതിരിക്കത്തില്ല. ശ്രീ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഹലോ ആന്റണി, ചെറിയ പ്രശ്നമുണ്ട്. കണ്ണനെ കാണുന്നില്ല. ഇല്ല ആന്റണി, ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു ചോദിച്ചു. ആകെ അവന് 2-3 പേരേ ഉള്ളു. അവർക്കൊന്നും യാതൊരു അറിവുമില്ല അവനെ പറ്റി. പിന്നെ അവൻ പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും ഞാൻ നോക്കി. കാർ എടുത്ത് അവൻ പോയ, കാറും കാണാനില്ല, അവനെ കാണാനില്ല. ഇതിപ്പോ ഇവനിതോടെ പോയി. ഷേ. ശ്രീഹരി, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ ആന്റണി, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ആദ്യം കാണാനില്ല രാവിലെ മുതൽ. അവൻ എവിടെ പോയതാന്ന് ഒരു പിടിയില്ല. ഇനി വെളിയിൽ പോയിട്ട് അവൻ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. മയിര്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവനെ ശ്രദ്ധിക്കണമെന്ന്. എടാ, കണ്ണനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ ശ്രീഹരി വിളിച്ചതേ ഉള്ളൂ. എന്നാ ഉറപ്പാ ആദ്യം ഇതിന്റെ പിന്നില്. എടാ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. തേങ്ങാ കൊല. വേണ്ട, കണ്ണനെ വല്ല അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ വെച്ചേക്കത്തില്ല അവനെ. വേണ്ട ആന്റണി, ആദ്യം എന്തെങ്കിലും ചെയ്താലാ വെച്ചേക്കത്തില്ല ഒന്നിനെ ഞാൻ. ഹായ്, നന്നായി ഉറങ്ങിയല്ലേ? ആദി. ആഹാ, നിനക്കെന്നെ അറിയോ? ശ്യാം ഫോട്ടോ കാണിച്ചിട്ടുണ്ടാവല്ലേ? നീ മരിച്ചതല്ലേ? എന്നാ ആര് പറഞ്ഞു? എന്നെ വിട്, എന്നെ അഴിച്ചു വിട്. അത് കൊള്ളാം. അഴിച്ചു വിടാനോ? അഴിച്ചു വിടാനല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ, തീർക്കാനാ. നിർത്തടാ. വേണ്ടെന്ന് വെച്ചപ്പോ തലേ കയറി നിരങ്ങുന്നോ? അടിപൊളി. ഈ അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞ്? എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇനി ഞാൻ ഇവനെ എങ്ങനെ രക്ഷിക്കും? ഞാൻ ചെയ്ത തെറ്റെന്തോന്നറിയോ? നിന്നെ ഞാൻ അന്നേ കൊന്നില്ല. അച്ഛൻ. നീ എന്റെ ചെറുക്കനൊരു ഭീഷണി ആവില്ല എന്ന് വിചാരിച്ച നിന്നെ ഞാൻ വെറുതെ വിട്ടെ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അതുകൊണ്ട് നീ ഇനി ലോകത്ത് വേണ്ട. നോ. സണ്ണി. സണ്ണി. ഡോക്ടർ, എൻ്റെ സണ്ണി.
ഒന്നും പറയാറായിട്ടില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ ICUവിൻ്റെ മുന്നിൽ ഇങ്ങനെ കൂടി നിൽക്കാതെ ഒന്ന് മാറി നിൽക്കൂ. രേവതി, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം. സണ്ണിക്കൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. എല്ലാം ഇവൻ കാരണമാ. എന്തുവാ ഇവിടെ നടക്കുന്നേന്ന് ആരെങ്കിലും ഒന്ന് പറയൂ എന്നോട്. ഇനി നീ ഇതറിയണം. നീ അറിയാത്തൊരു അതർ സൈഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സ്റ്റോറിക്ക്. ശ്യാമും കണ്ണനും എൻ്റെ കൂടെ വാ, ഞാൻ പറയാം. ആദിക്ക് ശ്യാമിനോടുണ്ടായിരുന്നത് വെറും ഒരു പ്രേമമല്ലായിരുന്നു, ഇറ്റ് വാസ് ഒബ്സഷൻ. എന്തൊക്കെ സംഭവിച്ചാലും അവൻ എൻ്റേതാ, എൻ്റേത് മാത്രം. ആദിയും സണ്ണിയും രേവതിയൊക്കെ ഒരേ ഓർഫനേജിലാണ് വളർന്നത്, അതുകൊണ്ട് അങ്ങനെ അവർക്ക് പരസ്പരം അറിയാം. ഡിഗ്രി ആയപ്പം ആദ്യം ഓർഫനേജ് വിട്ടു. പിന്നീടാണ് ആദിയും ശ്യാമും കണ്ടുമുട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ സണ്ണിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു. ഇതേണ്ട സണ്ണി, വർക്ക് പ്ലേസിൽ എന്നെ കാണാൻ വരല്ലെന്ന് നിന്നോട് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളയാ. നിനക്ക് പുതിയ ബോയ് ഫ്രണ്ടായെന്ന് കേട്ടു. അപ്പൊ എന്നോട് കള്ളം പറഞ്ഞല്ലേ നീ സ്ട്രെയിറ്റ് ആണെന്ന്? സണ്ണി, ഇവിടുന്ന് പോ. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പോ ഇവിടുന്ന്. ശരി, ഞാൻ പോവാ. ഇനി നിന്നെ ശല്യം ചെയ്യാൻ വരുന്നില്ല. അല്ലേലും ഇഷ്ടം പിടിച്ചു മേടിക്കാനൊക്കെ ഇല്ലല്ലോ. പിന്നെ അച്ഛൻ എങ്ങനെയൊക്കെ ആദിയുടെയും ശ്യാമിൻ്റെയും കാര്യം അറിഞ്ഞു. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അച്ഛന് നമ്മളെന്ന് വെച്ചാൽ ജീവനാ. അച്ഛൻ അങ്ങനെ ആദിയെ പറ്റി അന്വേഷിച്ചു. ആദ്യം ഓർഫനാണ്, ഒരു ഓർഫനേജിലാണ് വളർന്നതെന്നൊക്കെ അച്ഛൻ അറിഞ്ഞു. അന്വേഷണത്തിന്റെ ഒടുവിൽ ആദ്യം ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് ആണ്, ശ്യാമിന് പറ്റിയ ആളല്ലെന്ന് മനസ്സിലായി. വാട്ട്, സൈക്കാട്രിക് പേഷ്യൻ്റോ? ആദ്യം അത്ര നാൾ എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അവൻ നോർമലായിട്ടാണല്ലോ തോന്നിയിട്ടുള്ളത്. പ്രേമം നമ്മളെ അന്ധനാക്കും. അവനുള്ളിലെ അബ്നോർമാലിറ്റി നിനക്ക് സെൻസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ അച്ഛനൊരിക്കൽ അവനെ കാണാൻ പോയി. എൻ്റെ മോനെ വെറുതെ വിട്ടോ, ഇല്ലെങ്കിൽ കൊന്നു കളയും നിന്നെ ഞാൻ. എന്നിട്ടോ അവന് നിങ്ങളോടുള്ള വെറുപ്പ് പിന്നെയും കൂടും. അതാ സംഭവിക്കാൻ പോന്നെ. വേണ്ട, ഞാൻ അവനോടെല്ലാം പറഞ്ഞോളാം. അവൻ തന്നെ നിന്നെ ഒഴിവാക്കിക്കോളും. അവൻ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിൽ നിന്ന് അവനെ അകറ്റാനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നേ അവൻ വിചാരിക്കൂ. ആദ്യം ശ്യാമിനെ വേദനിപ്പിക്കാൻ മാത്രം ഒന്നും ചെയ്യാത്തോണ്ട് അച്ഛൻ തൽക്കാലത്തേക്ക് എല്ലാം ഒന്ന് പോസ് ചെയ്ത് വെച്ചു. പക്ഷേ അഡിക്ഷൻ ഡി എന്ന് പറയുന്നൊരു ഡ്രഗ് അപ്പൻ്റെ ഡീലറാന്നറിയാതെ ആദ്യം അയാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, വേറെ കുറെ കൺട്രീസിൽ ഇത് ബാൻ ചെയ്തൊരു ഡ്രഗാ. എന്തോ മെഡിസിൻ ഉണ്ടാക്കാനാണ് അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പന് മനസ്സിലായി, ഇനി ആദ്യം വെറുതെ വിടുവാണെങ്കിൽ അത് ശ്യാമിന് തന്നെ അപകടമെന്ന്. 3 മാസത്തേക്ക് ഈ ഡ്രഗ് എന്നും രാത്രി വെള്ളത്തിൽ കലക്കി കൊടുക്കണം. ഓരോ ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ, ഒത്തിരി ആവണ്ട. അങ്ങനെ 3 മാസം ചെയ്ത എൻ്റെ ബോയ് ഫ്രണ്ട് എന്നിൽ അഡിക്റ്റ് ആവല്ലേ? ഇത് ദിവസവും കൊടുത്താൽ മാത്രം പോരാ, നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണണം. എന്നാലേ അവൻ നിന്നിൽ അഡിക്റ്റ് ആവൂ. ആന്റണി, അവനെ കൊന്നേരെ. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയോ സണ്ണി അറിഞ്ഞു. വൈകാതെ സണ്ണി അവിടെ വന്ന് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുകൊണ്ട് അവൻ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ അവൻ്റെ ഹേർട്ട് ബീറ്റ് നിലച്ചത് ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടയാണല്ലോ. അത് ഞാനും അപ്പനും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. ആദ്യം മരിച്ചിട്ടില്ലായിരുന്നു, അവൻ ടെമ്പററി കോമയിലായിരുന്നു. അപ്പൻ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നീ നാട് വിടുമെന്ന്. അതുപോലെ തന്നെ നീ നാട് വിട്ടു. അച്ഛൻ മനഃപൂർവ്വം നിനക്ക് ഫ്ലോറൻസിലെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നു. അച്ഛൻ അറിയായിരുന്നു നീ അവിടെ സേഫ് ആയിരിക്കുമെന്ന്. പിന്നെ അച്ഛൻ്റെ വിശ്വസ്തനാണല്ലോ ശ്രീഹരി. ഇത്രയും നാളും പിന്നെ ആദ്യ കോമയിലായിരുന്നു. 2-3 മാസം മുന്നേ ആദ്യം എഴുന്നേറ്റ്. ഇതൊക്കെയാണ് നടന്നത്. നിങ്ങൾ ആദ്യം എന്താ പിന്നൊന്നും ചെയ്യാഞ്ഞ്? കോമയിൽ കിടന്ന ആദ്യെ അച്ഛൻ തീർക്കാനൊക്കെ നോക്കിയതാ. വേണ്ടേ, ആദ്യം എന്തെങ്കിലും ചെയ്താലാ അതുപോലെ നിങ്ങളുടെ മോനെ ഞാനങ്ങ് തീർക്കും. ശരി, ഇവനെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവൻ എൻ്റെ മോനൊരു ഭീഷണിയാവുകയാണെങ്കിൽ തീർത്ത് കളയും ഞാൻ. ഇപ്പോഴേ പറഞ്ഞേക്കാം. നിങ്ങളുടെ മോനൊരു ഭീഷണിയായി ആദി വരില്ല, പോരെ? അത്രയ്ക്കിഷ്ടമാണ് സണ്ണിക്ക് ആദിയെ. പക്ഷേ ആദിക്ക് ഇതുവരെയായിട്ടും സണ്ണിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സണ്ണിക്ക് ബോധം വന്നിട്ടുണ്ട്. ആരാണ് ആദി? അയാളെ സണ്ണി തിരക്കുന്നുണ്ട്. അയാൾക്ക് മാത്രം കയറി കാണാം.
എന്തിനാ സണ്ണി അങ്ങനെ ചെയ്തേ? ഇല്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് തീരില്ലായിരുന്നോ? എല്ലാവരുടെയും തലവേദന മാറിയാനെ. അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാനല്ല ഞാൻ നിന്നെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ചേ. പോടപ്പട്ടി, നീ ആരാധ നിന്റെ വിചാരം? ഹീറോയോ? എന്നെ നീ അത്രയ്ക്ക് ചെറുതായിട്ടാണോ കാണുന്നേ? ഐ എം നോട്ട് എ ഹീറോ, ഐ എം എ വില്ലൻ who will fight against the world to protect his love. എഴുന്നേറ്റ് പോടന്നാറി. സണ്ണി ചത്തോടാ നീ. എടോ, അത് മരുന്നിൻ്റെ എഫക്റ്റ് കാരണം അയാൾ മയങ്ങിപ്പോയതാ. നീ രാത്രി ഇവിടെ എന്തെടുക്കുക? വീട്ടിൽ പോയിക്കൂടായിരുന്നോ? നിന്നെ നോക്കാൻ നിന്നെയാ. ചേച്ചി നിൽക്കുമായിരുന്നല്ലോ. എനിക്ക് വേണ്ടിയല്ലേ നീ ഇവിടെ കിടക്കുന്നേ? അപ്പം ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ നിനക്ക് വേണ്ടി? എന്തിന്? നിനക്കെന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാലോ. കണ്ടുകൂടാഴികയൊക്കെ മാറിയെങ്കിലോ? എന്താണ് ഒരു പെട്ടെന്നൊരു മനമാറ്റം? എനിക്ക് മതിയായി, എല്ലാം പകയെ എനിക്ക് മതിയായി. എനിക്കിനി കുറച്ച് നാൾ സമാധാനത്തോടെ ജീവിക്കണം. അത് കൊള്ളാം. നീ പറയുന്ന കേട്ടതൊന്നും നിന്നെ ഒരു തെളിവിട്ടതാണെന്ന് പകരം വീട്ടാൻ എല്ലാം നീ തന്നെയല്ലേ ചെയ്തു കൂട്ടിയെ? എല്ലാം നിർത്തുക. നീ കാണും എൻ്റെ കൂടെ. ഇത്രയും നാളെ പിന്നെ ഞാനില്ലായിരുന്നല്ലോ നിന്റെ കൂടെ. എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. എല്ലാം ഞാൻ നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി പറഞ്ഞതാ. അതെനിക്കറിയാലോ. അതുകൊണ്ടല്ലേ ഇത്രയും വർഷം നീ എന്നെ അവഗണിച്ചിട്ടും നിന്റെ കൂടെ ഞാൻ നിന്നേ. ഞാനെന്ത് പുണ്യം ചെയ്തിട്ടാ നിന്നെ പോലെ ഒരു നല്ല മനുഷ്യനെ എൻ്റെ സൈഡിൽ സപ്പോർട്ടായിട്ട് കിട്ടിയേ? എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പാപമല്ലേ? എനിക്ക് നീ എന്ന് വെച്ച ജീവനാണ്. അതിപ്പം നീ എന്തൊക്കെ പാപം ഇനിയും കാണിച്ചാലും മാറാൻ പോകുന്നില്ല. ആദി, will you be mine forever, please? യെസ്. ഇനി ഞാൻ ആർക്കൊരു ഉപദ്രവം ചെയ്യാതെ നല്ല മനുഷ്യനായി ജീവിച്ചോളാം. ശ്യാമു, നീ ഉറങ്ങുവാണോ? എഴുന്നേറ്റില്ലേ? എന്താ കണ്ണാ, 7 മണിയല്ലേ ആയുള്ളൂ. നീ എന്തിന് ഇത്രയും രാവിലെ എഴുന്നേറ്റ്? എനിക്കെന്തോ കുറച്ച് ദിവസം കൊണ്ട് ഉറക്കം ശരിയാവുന്നില്ല. ശ്യാമു, ഐ എം സ്കെയർഡ്. അതെന്താ അങ്ങനെ? കാര്യം പറ. ആദി, അവൻ പിന്നെ എന്തെങ്കിലും ചെയ്താലോ? നമ്മളെ ഉപദ്രവിച്ചാലോ പിന്നെ? അയ്യോടാ, അതാണ് എൻ്റെ കണ്ണന് പേടി. പേടിക്കണ്ട കേട്ടോ. ആദി, ഇനി നമ്മളെ ഒന്നും ചെയ്യില്ല. കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ശ്രീയായിട്ടെത്തി എഴുന്നേറ്റ് കാണില്ല. സൺഡേ അല്ലേ? ഞാനും വരുന്നു. പേടിക്കണ്ട, ആരെയും ഉപദ്രവിക്കാൻ വന്നേയല്ല. ഞാനും സണ്ണിയും ജപ്പാനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അവനവിടെ ഒരു കമ്പനി ജോലി കിട്ടി. നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. ഇപ്പം ഇവിടെ വന്നത് എല്ലാത്തിനും മാപ്പ് പറയാനാണ്. ഐ എം റിയലി സോറി. ഇനി എൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് തരാനാണ് ഞാനിവിടെ വന്നത്. സോ ഞാൻ പോവാ. ബൈ. ഞങ്ങൾക്ക് നിന്നോടൊരു ദേഷ്യമില്ല ആദി. നിൻ്റെ തെറ്റ് നിനക്ക് മനസ്സിലായല്ലോ. അതെ, ഇനി നീ ഹാപ്പിയായി സണ്ണിയുടെ കൂടെ ജീവിക്ക്. ഹി ഈസ് ദ വൺ ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് മീ. പിന്നെ ശരിയെന്നാ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അങ്ങനെ എല്ലാം നന്നായി അവസാനിച്ചു. സത്യം, എത്ര ദിവസമായി മനസ്സമാധാനത്തോടെ ഒന്ന് ഫുഡ് കഴിച്ചിട്ട്. എപ്പോൾ നോക്കിയാലും ഈ റൂമില്ല. ഇനി തീറ്റി ഉറക്കം കൂടെ ഈ റൂമിലങ്ങ് ആക്കിക്കോ. ഇയാൾ കണ്ട കല്യാണത്തിന് ക്യാമറ തൂക്കി പോയി നിൽക്കുന്നതിന് കുഴപ്പമില്ലേ? എൻ്റെ ആറ്റിറ്റ്യൂഡെല്ലാം പഠിച്ചിട്ട് ഇപ്പം നീ എൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയോ? പണ്ടൊക്കെ നിന്റെ വായി നാക്കുണ്ടോന്നറിയാൻ കൈയിട്ട് നോക്കണമായിരുന്നു. ഇപ്പം നീ വന്ന് എന്നെക്കാളും മോശമായല്ലോടാ. നീയല്ലേടാ കുട്ടാ എൻ്റെ ഗുരു. ഈ കഥയിലെ വില്ലൻ ആദ്യമാണെന്നല്ലേ നിങ്ങളെല്ലാവരും വിചാരിച്ചേക്കുന്നത്. പക്ഷേ ഈ കഥയിലെ വില്ലൻ ശരിക്കും ഞാനാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആദി, ഒരു ശ്യാമിനും. ഹലോ, ഗണേഷ് അല്ലേ? ഞാൻ വേറൊരു വഴിപോക്കനാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ മോൻ ശ്യാം, അവൻ്റെ ബോയ് ഫ്രണ്ട് അത്രയ്ക്ക് നല്ലവനല്ല. അവനൊരു പക്ക സൈക്കോ ആണ്. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അപ്പം മനസ്സിലാവും.
ഹലോ, ജസ്റ്റിൻ അല്ലേ? അഡിക്ഷൻ ഡിയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ദിവസം രാത്രി വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി തൻ്റെ ഗേൾഫ്രണ്ടിന്. തനിക്ക് വേണ്ട പോലെ 3 മാസത്തിനുള്ളിൽ അവൾ നിന്നിൽ അഡിക്റ്റ് ആവും. ആക്ച്വലി ഇത് റോങ് നമ്പറാണ്. താൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ബട്ട് ഐ വാണ്ട് നോ മോർ അബൌട്ട് ദാറ്റ് അഡിക്ഷൻ ഡി. ഗണേഷ്, യുവർ സൺ ഈസ് ഇൻ ഡേഞ്ചർ. നീ കോമയിലായിരുന്നപ്പം നിന്നെ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എഴുന്നേക്കുമെന്ന് ശ്യാം അറിഞ്ഞിട്ടും അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അവനിപ്പം വേറെ കെട്ടി, അറിയോ? നിന്നെ സിൻസിയറായി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. ആദി, അവൻ്റെ കണ്ണനെ ഞാൻ കൊല്ലും. എല്ലാവരും ആദ്യം വെറുക്കണം, എന്നിട്ട് അവനെ എൻ്റേത് മാത്രമായി സ്വന്തമാക്കണം. ദിസ് ഈസ് മൈ കൈൻഡ് ഓഫ് ക്രേസി ലവ്.